വന്നിട്ടുള്ളത് ബാംഗ്ലൂർ എത്തിയതിന് ശേഷമുള്ള പിന്നെ അടുത്ത ദിവസത്തെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് മോനൂസിൻ്റെ ബർത്ത്ഡേ ആണ്, ജനുവരി 29-നാണ്. അപ്പോൾ അതിൻ്റെ ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളും കാണുക, അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം ഈ ബർത്ത്ഡേ കേക്ക് കട്ടിങ് മാത്രമേ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പിന്നെ ബർത്ത്ഡേ ട്രീറ്റിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീഡിയോയും കാണാൻ ശ്രമിക്കുക, ആരും സ്കിപ്പ് ചെയ്യല്ല, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ഞങ്ങളിപ്പോൾ താമസിച്ച് എഴുന്നേക്കില്ല, അവിടെ നിന്ന് കിടക്കാൻ താമസിക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കാനും താമസിച്ചു. അപ്പം രാവിലെ എഴുന്നേറ്റാൽ പിന്നെ നാസ്ത ഉണ്ടാക്കാൻ ഭയങ്കര ഒരു മടി പോലെ. അപ്പോൾ ഇത് ഷോപ്പിൽ നിന്ന് നമ്മുടെ ബേക്കറിയിൽ നിന്ന് പിന്നെ അവർ ഉണ്ടാക്കിയിട്ട് കൊണ്ടു തന്നത് കേട്ടോ. പിന്നെ എഗ്ഗ് സാൻഡ്വിച്ചും അതുപോലെ അവർ ആ ബ്രെഡും എഗ്ഗൊക്കെ കൂടെ എന്തൊക്കെയോ മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടാക്കിയിട്ട് കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ അത് കഴിക്കുകയാണ്. പിന്നെ അപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡിന് എന്താ നാസ്തയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് അവർ പിന്നെ ഷോപ്പിൽ നിന്ന് ഇത് കൊണ്ടുത്തന്നത്. പിന്നെ ഞങ്ങൾ കട്ടൻ ചായ, അത് മെയിനാണ്, അപ്പോൾ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ മക്കളും ഞങ്ങളും എല്ലാവരും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫുഡ് പിന്നെ മസാല പിന്നെ ചോറും അതുപോലെ ചിക്കൻ കറിയും അതുപോലെ തുറമാങ്ങ ബടുവ അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ വത്തക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞില്ലേ, റഷ്യൻ്റെ ഫ്രണ്ട് കുരുവി എന്ന് പറയുന്നത്, പിന്നെ കുരുവി എന്നിട്ടോ ഫ്രണ്ടിനെ വിളിക്കുക. അപ്പോൾ അവന് കൊടുത്തു വിട്ടതായിരുന്നു. അപ്പോൾ ഇതാ ഇതും അവൻ തന്നെ കൊടുത്തു വിട്ടതാട്ടോ റഷ്യൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലത്തെ ഒരു യെല്ലോ വത്തക്ക ആദ്യമായിട്ട് കഴിക്കുന്നത്. പിന്നെ അതുപോലെ സ്ട്രോബെറി ഉണ്ടായിരുന്നു. അപ്പോൾ സ്ട്രോബെറി ഇപ്പോൾ പിന്നെ എടുത്തിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് തന്നെ. അപ്പോൾ അതവിടെ മാറ്റി വെച്ച് അപ്പോൾ ഇതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റഷ്യ ഐസ്ക്രീം വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ അതിൽ ചോക്ലേറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ അവർ ഐസ്ക്രീം കഴിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഷോപ്പിലേക്കൊന്ന് പോയി. വെറുതെ അവിടെ റൂമിലിരിക്കല്ലേ, അപ്പം എല്ലാവരും കൂടെ ഒന്ന് ഷോപ്പിലൊക്കെ പോയി. അപ്പോൾ മക്കളൊക്കെ ഇതാ ബിങ്കോ ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ സോസൊക്കെ അതിലേക്ക് പിന്നെ ഒഴിച്ചൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേക്കറി. പിന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് എടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവിടുന്ന് അവർ മക്കൾ പിന്നെ ബിങ്കോ ഒക്കെ എടുത്ത് കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് നൈറ്റാണ് നമുക്ക് പിന്നെ മോനൂസിൻ്റെ കേക്ക് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും റൂമിലെത്തിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ നമ്മൾ പിന്നെ അവർ ഷോപ്പൊക്കെ അടച്ചതിന് ശേഷമാണ് പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ റഷ്യാനും പിന്നെ ബാക്കിയുള്ളവർ വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ അവരും പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് 12 മണിയാവാൻ നോക്കുമ്പോൾ എല്ലാവരും താഴെ പിന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളതാട്ടോ. അപ്പോൾ അവിടുന്ന് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ താഴേക്ക് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ മോനൂസിന് മനസ്സിലായിട്ടില്ല എവിടെയാണ് പോകുന്നതെന്നുള്ളത്. അവനോട് പറഞ്ഞത് നമ്മൾ വെറുതെ നടക്കാൻ പോവാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ അവൻ്റെ കേക്ക് കട്ട് ചെയ്യാനാണെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ താഴേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബ്രദേഴ്സ് റെസ്റ്റോറൻ്റാണ് അതിൻ്റെ പേര്. അപ്പോൾ നല്ല അടിപൊളി സെറ്റപ്പ് ആയിരുന്നു അവിടെ. അപ്പോൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കേക്കും ഉണ്ട് എന്ന് കണ്ടപ്പോൾ മോനൂസിൻ്റെ കള്ളച്ചിരി കാണാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്നല്ല. അവൻ എന്നെ നോക്കിയിട്ട് ഒരു കള്ളച്ചിരി ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ നോക്കിയിട്ട് അതൊരു കള്ളച്ചിരി ചിരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി കേക്ക് കട്ട് ചെയ്യാനാണെന്നുള്ളത്. അങ്ങനെ കേക്കൊക്കെ ഓപ്പൺ ആക്കുന്നുണ്ട്. അങ്ങനെ കേക്ക് ഓപ്പണാക്കി കട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു സൗണ്ട് കേട്ടപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇവിടെയുള്ള എന്തോ ഒരു ആചാരമാണ് ഇതേപോലെ ഹിന്ദുക്കളെ. അപ്പോൾ അങ്ങനെ അവരെ ആ പ്രതിമയും കൊണ്ട് അവരിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് എല്ലാവരും പിന്നെ അകത്തേക്ക് കയറി പിന്നെ കേക്ക് കട്ട് ചെയ്യലായി. അപ്പോൾ അതിൻ്റെ മെഴുകുതിരിയൊക്കെ ഒന്ന് കത്തിച്ചിട്ടുണ്ട്. അവർക്ക് കേക്ക് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം കട്ട് ചെയ്യലാണ്. അപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ കേക്ക് മസ്റ്റാണ്, കാരണം അവർക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ റഷ്യനെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും വെയിറ്റിങ്ങിലാട്ടോ കേക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ ആ ബ്രദേഴ്സിൻ്റെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കേക്ക് കട്ട് ചെയ്യലായി. മക്കളെയൊക്കെ ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
മോനൂസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ സ്കൂളിൽ പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുപോകണോ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ പ്രതീക്ഷിക്കാത്തൊരു വരവായല്ലോ. അപ്പോൾ ബാംഗ്ലൂർ വെച്ചിട്ട് ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കഴിഞ്ഞു, അതും റഷിയാൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇതാ മോനൂസ് കട്ട് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യലും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ മോനൂസിനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, റഷിയാൻ്റെ ഫ്രണ്ടിൻ്റെ മോള് കൊടുക്കാൻ കേട്ടോ അത്. അപ്പോൾ അത് ഒരു പിന്നെന്താ കളർ സെറ്റാണ് കേട്ടോ, ഒക്കെ എല്ലാം അടങ്ങിയിട്ടുള്ളൊരു കളർ സെറ്റാണ്. ഒരു കളറിങ് ബുക്കുണ്ട്, അതുപോലെ എല്ലാ സ്കെച്ച് കളേഴ്സ്, പെയിൻറ്റിങ് കളേഴ്സ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവരും ഫോട്ടോസ് ഇതൊക്കെ കൊടുത്ത് അല്ല ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം ഒരു വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് ഗിഫ്റ്റ് കിട്ടിയ സംഭവം. അപ്പോൾ അതിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് എല്ലാവരും കണ്ടു വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഒരു കളർ സെറ്റും കൂടെ കാണിക്കുന്നുണ്ട്. അത് പിന്നെ അവിടെയുള്ള വേറൊരു ഫ്രണ്ട് കൊണ്ടു തന്നത് കേട്ടോ. നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, ഐഷു എന്നിട്ട് അവളെ വിളിക്കുക. അപ്പോൾ അവൾ കൊണ്ടു കൊടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ 3 മക്കൾക്കും, അതുപോലെ റഷിയാൻ്റെ ഫ്രണ്ടിൻ്റെ 2 മക്കൾക്കും, അതുപോലെ 5 കളർ സെറ്റ് എല്ലാവർക്കും ഒരേപോലത്തെ ഡിഫറെൻറ്റ് മോഡലായിട്ടുള്ള എല്ലാവർക്കും കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ, മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ, അസ്സലാമലൈക്കും. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഇതൊക്കെയായിരുന്നു കേട്ടോ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇത് തുൻസന ഈ ഒരു കിറ്റാണ് പിന്നെ ഐഷു തന്നത്. ഐഷു മീൻസ് ഐശ്വര്യ ആണ് അവളെ പേര്. അപ്പോൾ എല്ലാവരും ഐഷു എന്നിട്ട് വിളിക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു സെറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം കുഞ്ഞോനിക്കും മോനൂസിനും അതുപോലെ റഷിയാൻ്റെ ഫ്രണ്ടിൻ്റെ മക്കൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഐഷുവിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.